ഹലോ. ആ ഞാനാ ജമാലാണ്. റഫിയ എവിടെ ഉള്ളത്? പിന്നെ ഞാൻ മറ്റേ ഇയാളോടൊന്നും ഇങ്ങോട്ട് വരാൻ പറയട്ടാ. നമ്മളെ അയൽവാസിയെ മറ്റേ എൻ്റെ മൂപ്പരോടൊന്നും ഇങ്ങോട്ട് വരാൻ പറയാം. നമ്മുടെ വീട്ടിലുണ്ട് കേട്ടാ. ഓക്കെ. ആ എന്നാ ഇങ്ങോട്ട് വരിക, ഇങ്ങോട്ട് പോരെ. ഞാൻ നേരത്തെ മഞ്ഞ കണ്ടില്ല. ഞാൻ മറ്റേ റഫിയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇരിക്കേ. എന്താ പിന്നെ വിവരങ്ങളൊക്കെ? നല്ല അങ്ങനെ പോകണ്ട്. പണിയൊക്കെ ഉണ്ടാ? പണിയൊക്കെ ഉണ്ട് ഇപ്പൊ. അപ്പൊ വന്നിട്ട് 3-4 ദിവസമായി. ചൂടാണ് ഇന്നലെ അറിഞ്ഞ പോലെ. ഞാനിപ്പോ ഈ വഴിയൊന്നും മനസ്സിലാണില്ലേ. ഇപ്പത്തെ ഈ റോഡൊക്കെ ഇങ്ങോട്ട് പുരോഗമിച്ചിട്ടേ വഴികളൊന്നും ശരിക്കും ഒരു പിടുത്തം കിട്ടുന്നില്ല. നമ്മൾ വന്ന വഴിയൊന്നും ഇപ്പൊ പണ്ടത്തെ മാതിരിയല്ല. പിന്നെന്താ മോളെ കല്യാണം കഴിഞ്ഞില്ല? ഞാനേ അന്ന് പിന്നെ ഒന്നും പറ്റിയില്ല. അപ്പൊ എന്താ വെച്ചാലേ ലേശം പൈസ ഇതവിടെ വെച്ചേക്കാണ്. വരാം ഇപ്പൊ കേട്ടാ. അറിയാം. അല്ല ഞാനേ ഇവിടുന്ന് ഗൾഫ് പോകുമ്പോഴത്തെ മാതിരില്ല. ഇപ്പൊ വികസനം കുറെ കൂടിയല്ലോ. ഇപ്പൊ സ്കൂളൊക്കെ വലിയ നല്ല ഉഷാറായിക്കണല്ല. മുമ്പൊക്കെ ഞാൻ പഠിച്ചിരുന്ന അന്നൊക്കെ റോഡിട്ട സ്കൂളായിരുന്നു, അതിലായിരുന്നു പഠിച്ചിരുന്നത്. ഇന്നത്തെ തലമുറക്ക് ഇപ്പത്തെ കുട്ടികൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സ്കൂളും ക്ലാസ് റൂമുകളും മറ്റും ഒക്കെ വളരെ ഉഷാറായിട്ട് 2 കൊല്ലം കൊണ്ട് വികസനം കുറെ കൂടി. എന്തായാലും ചായ അടിച്ചോ? പണിയൊന്നും ഇല്ലല്ലോ. 24 മണിക്കൂർ മൊബൈലിൽ നോക്കി കിട്ടുന്ന പണിയല്ലേ. ബാപ്പക്ക് തീരെ സുഖമില്ലടാ. ഇത് അങ്ങോട്ട് പോയിട്ടേ ബാപ്പാന്റെ സുഗറിന്റെ ഗുളിക പോയി കൊടുന്നാ ബാപ്പക്ക് തീരെ സുഖമില്ലടാ. നിങ്ങൾ ഗുളിക 24 മണിക്കൂറും ഇന്നലെ പരിപാടി ഗുളിക കൊടുക്കുന്നത് 100 കൂടെ പണി കൂടെ. അല്ല മനുഷ്യ, എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? മകൻ പോണേക്ക് പോയില്ലേ? നിങ്ങൾ പോയി ഗുളിക വാങ്ങിക്കൊണ്ടിരി. നിങ്ങൾ പോയിങ്ങാണ്ടേ നിങ്ങളെ ഗുളിക വാങ്ങിക്കൊണ്ട് പച്ചക്കറി വാങ്ങിയിട്ട് ഞാൻ സഞ്ചി തരാം. അതപ്പൊ നല്ലത്. എങ്ങനെ പോയി സുഖം? ഞാൻ അങ്ങനെ പോവാ. ഞാൻ എങ്ങനെയാണ് പോവില്ല. എല്ലാം എന്ത് ചെയ്യാനാ? മകനെ കൊണ്ട് ഒരു ഉപകാരവും ഞങ്ങൾക്ക്. മനുഷ്യ സഞ്ചി പച്ചക്കറി എല്ലാം ഞങ്ങൾക്ക് എന്താ വേണ്ട ചക്ക പോയി വാങ്ങി. എങ്ങനെ ഇപ്പൊ ഞാൻ സുഖമില്ലാതെ പോവാ? എന്താ മൂസൊക്കെ ഇവിടെ എന്താ ഇരിക്കുവാണ്? എന്താ ക്ഷീണം? ഞാനേ പച്ചക്കറി മരുന്നും വാങ്ങാൻ വേണ്ടിട്ട് അങ്ങാടി പോയതാണ്. അപ്പൊ ഒരു ക്ഷീണമാതിരി ഇങ്ങനെ. അതിന് പച്ചക്കറി മരുന്നും വാങ്ങാൻ നിങ്ങൾക്ക് തണ്ടൊരു ഒരുത്തല്ലേ അവിടെ തീറ്റി പോറ്റി കിടക്കണ്? ഞാനെന്നാലും ഓനൊന്ന് കാണട്ടെ. ഓനെ ഞാനൊന്ന് ഉപദേശിക്കുന്നുണ്ട്. നിങ്ങളതിന് ബേജാറാവണം. മക്കളൊക്കെ വലുതായി കഴിഞ്ഞാലേ നമ്മളൊക്കെ വീട്ടിലൊരു അധിക പറ്റാളും. ഒന്ന് വണ്ടി നിർത്തിക്കാണി. അവിടെ ആരോ വീണ് കിടക്കുന്നുണ്ടല്ലോ, ഒന്ന് നോക്കി നമ്മള്. എവിടെ അനീഫാക്ക, ഇത് വലിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഇതെന്താ വെച്ചാൽ കള്ളും കഞ്ചാവും MDMA ഒക്കെ അടിച്ച് വീണെടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ കഴിയുമ്പോൾ തൊട്ട് കഴിഞ്ഞാൽ അത് വലിയ വയ്യാവേലിയാവും. അതുകൊണ്ടേ നിങ്ങൾ അനീഫാക്ക പോരി. അത് ഞമ്മക്കത് വലിയൊരു ബുദ്ധിമുട്ടാവും കേട്ടോ. എന്നാ നമ്മള് പോവാ. നമുക്ക് ഇനി ഇവിടെ നിന്നാണ്ട് നേരം വെക്കണ്ടല്ലോ, നമ്മള് പോവാ. അനീഫാക്ക, നിങ്ങളിത് ഇറങ്ങി. ഞാനെൻ്റെ മനുഷ്യനല്ലേ, കള്ളായാലും കഞ്ചാവായാലും എന്തായാലും നമ്മൾ പോയി നോക്കല് നമ്മളെ ആവശ്യമാണ്. അത് നിങ്ങൾ വിട്ടാലും എനിക്കിപ്പോ നേരം വെക്കുന്നുണ്ട്, നമ്മൾ പോവാ. എത്തപ്പാന്റെ പെരിയിലെന്താ വർത്താനം? ഞാൻ അസുഖം തീരുന്നതാണ്. ഇല്ല, ഇപ്പൊ അത് ചെറിയൊരു അസുഖം. ഇമ്മണ്ട്. ഞാൻ ഇപ്പൊ 3-4 ദിവസമായി വന്നിട്ട്. അപ്പൊ ഞാൻ പോണ മുമ്പ് കുറച്ച് പൈസ വായ്പ ഒരു 5000 പപ്പാന്റെ വരുമ്പോ തിരിച്ചു കൊടുക്കാച്ചിട്ടായിരുന്നു. പപ്പ മറ്റേ വീരപ്പോഴാണ് അറിയേണ്ടത്. അപ്പൊ എന്നാ ഞാൻ ആ പൈസ തരാം കേട്ടാ. ആ പൈസ ഒന്ന് കൊടുക്കാം. 5 ഉറുപ്പുണ്ട് എണ്ണയൊക്കെ. അപ്പൊ അത് ഇമ്മാനെ ഏൽപ്പിച്ചാളിട്ടാ. ജമാല് തന്നതാണെന്ന് പ്രത്യേകം പറയണം. ലീവ് 2 ദിവസത്തെ ലീവ് ഉള്ളൂ. ഞാൻ ഉടനടി പോവും. അർജന്റായിട്ട് പോകുന്നതാണ്.
ഓക്കെ. പിന്നെ എല്ലാവരോടും അന്വേഷണങ്ങൾ പ്രത്യേകമായിട്ട് പറയാം. ഓക്കെ. ഈ പ്രവാസി ജീവിതത്തിൽ ഇങ്ങനെ ഈ കണ്ടുമുട്ടുന്ന ഈ സൗഹൃദങ്ങളെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ കൊടുത്തോളാം, പൈസ കൊടുത്തോളാം. ഇത് കോയക്കല്ല നമ്മളെ എന്ത് ഇവിടെ കിടക്കണ്? കോയക്കോട് നീച്ചിങ്ങള് എന്താണിത്? കുറച്ച് വെള്ളം കുടിച്ചാണ്. എന്താ ഇവിടെ കിടക്കണെന്താ? എന്താണ് എന്നെ മനസ്സിലായ? ജമാലാണ് ഞാന്. ആ ജമാല, ആ എന്ത് പറ്റി? ഞാനേ വീഡിയോ പോയത് സാധനം വാങ്ങാൻ പോയതാ. എന്നിട്ടാ അതിലൊരു ക്ഷീണമായിരുന്നു ഇങ്ങനെ. അപ്പൊ ഞാൻ ഒന്ന് ഇരുന്നതാ പണി. അപ്പൊ മക്കളില്ലേ പെരിയില്? അവൻ കൊണ്ടുവരൂലേ? ഓന്റെ കാര്യം ഒന്നും പറയണ്ട. ആ ഞാൻ ഇപ്പൊ ആ വീട്ടിലൊരു അധികപ്പറ്റ. ആ 54 വർഷം ഞാന് നയിച്ചുണ്ടാക്കിയൊരു വീടുണ്ടാക്കി മരുഭൂമിയിൽ വെയിലും കൊണ്ട്. ഇപ്പൊ ഭാര്യയ്ക്കും മക്കൾക്കൊന്നും ഇന്നാ വേണ്ടടോ. എല്ലാരെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. ഞാനിപ്പോ 2-3-5-6 കൊല്ലായിട്ട് ഞാനും ഗൾഫിലാണ്. എന്താണ് ഇനിയിപ്പോ നാളെ പിറ്റേന്ന് ഇന്ത്യ അവസ്ഥ ഇങ്ങനെ ആവുന്ന ആര് കണ്ട്? നിങ്ങളെ പോലെയൊക്കെ നമ്മൾ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കും വിദേശത്ത് ജോലി ചെയ്ത് കണ്ട്. ലാസ്റ്റ് ഘട്ടത്തിൽ എല്ലാവരും തന്നെ അവരൊരു ടീം ഒന്നാവും ചെയ്യും, നമ്മൾ പുറത്താവും ചെയ്യും. ഇന്ന് എല്ലാ ഇതും തന്നെ, എല്ലാ വീട്ടിലും അവസ്ഥ തന്നെ. എനിക്ക് നാട്ടിക്ക് പോയിട്ടില്ല, ഇനി അവിടെ കിടന്ന് മരിച്ചാ മതി. ഇനി അങ്ങനെയൊന്നും പറയില്ല. നിങ്ങളിപ്പോ നാട്ടിൽ നിന്ന് വന്നതുകൊണ്ടല്ലേ നമുക്ക് കാണാനായത്. അങ്ങനെ ചിന്തിക്കല്ലേ നിങ്ങൾ. എന്തായാലും ഒക്കെ ശരിയാവും. നിങ്ങൾ നീച്ച് പോവാ, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. നിങ്ങൾ അങ്ങനെ എന്തായാലും പറ്റൂല്ലോ. നീച്ച് 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 നീച്ച്. നിങ്ങൾ ഇങ്ങോട്ട് പേര് ഞാൻ അങ്ങോട്ട് പോരില്ല. നിങ്ങൾ ഇങ്ങോട്ട് പോരി. നിങ്ങളെ ഞാൻ കൊണ്ടേക്കോളാം, ജമാല് കൊണ്ടേക്കോളാം. നിങ്ങളെ ഒരു പാപ്പമില്ലാത്ത ദുഃഖം ചെറുപ്പം മുതൽ അനുഭവിച്ച ആളാണ് ഞാൻ. എനിക്ക് നമ്മളെ വീട്ടിൽ നമ്മൾ സംരക്ഷിച്ചോളാം. നിങ്ങളെ മക്കൾക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിലേ നിങ്ങൾ എന്തിനു ബേജാറാണ്? നിങ്ങൾ ഇങ്ങോട്ട് പേര്